നമസ്കാരം. കോൺഗ്രസിന്റെ നേതാവ്, പാലക്കാട്ടെ കോൺഗ്രസിന്റെ MLA, യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ്, നല്ല കുട്ടിയെന്ന് KPCCയുടെ മുൻ പ്രസിഡന്റ്, കോൺഗ്രസിന്റെ സിംഹക്കുട്ടി എന്നൊക്കെ വിളിക്കുന്ന സുധാകരൻ വിശേഷിപ്പിച്ച ശ്രീ ഷാഫി പറമ്പിലിന്റെ അടുത്ത കൂട്ടുകാരൻ, അദ്ദേഹം MLA സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിച്ച, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിച്ച ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ഇന്ന് പീഡിതയായ പെൺകുട്ടി പരാതി കൊടുത്തിരിക്കുന്നു. തന്നെ ഗർഭിണിയാവാൻ പ്രേരിപ്പിക്കുന്നു, പിന്നീട് ഗർഭഛിദ്രത്തിന് വേണ്ടി പ്രേരിപ്പിക്കുന്നു. അങ്ങനെ ഒരു ഭ്രൂണഹത്യക്ക്, ഒരു ജീവന്റെ തുടിപ്പ് ഇല്ലാതാക്കാൻ വേണ്ടി പെൺകുട്ടിയെ നിർബന്ധിച്ചു എന്നതിൻ്റെ പേരിൽ ആ പെൺകുട്ടി ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരിക്കുന്നു. നമുക്കറിയാം, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ആളുകൾ പരാതി കൊടുക്കുന്നത് സാധാരണ കോടതിയിലൊക്കെ പോയിട്ട് നേരിട്ട് മൊഴി കൊടുക്കുന്നതിന് പകരം ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ അടുത്ത് പരാതി കൊടുത്തത് തന്നെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം അദ്ദേഹത്തിൽ എല്ലാവർക്കും വിശ്വാസമുണ്ട്, നടപടി ഉണ്ടാകും എന്ന് പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ്. ശ്രീ ദിലീപിനെതിരെയുള്ള പരാതിയും ഇതേപോലെ മുഖ്യമന്ത്രി വളരെ ഗൗരവത്തോടു കൂടി കൈകാര്യം ചെയ്തു. കേരളത്തിലെ സ്ത്രീകൾക്ക് പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇരയായ പെൺകുട്ടി ബഹുമാനപ്പെട്ട കേരളത്തിന് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ അവസാനം തയ്യാറായത്, എല്ലാവിധ ഭീഷണികളെയും മറികടന്നുകൊണ്ട്. എന്നെ വേദനിപ്പിക്കുന്നത് അതിനേക്കാൾ കൂടുതലായിക്കൊണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു പറ്റം നേതാക്കളും അതേപോലെ തന്നെ ഒരു പറ്റം സോഷ്യൽ മീഡിയയിലെ സജീവമായി പ്രവർത്തിക്കുന്ന ആളുകളും സജീവമായി പിന്തുണച്ചു എന്നുള്ളതാണ്. അതിനേക്കാൾ വേദനിപ്പിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും മുസ്ലിം ലീഗിൻ്റെ വിവിധ സംഘടന കമ്മിറ്റികളും വിവിധ പ്രദേശത്തെ കമ്മിറ്റികളും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പരസ്യമായി പരിപാടികളിലേക്ക് ക്ഷണിക്കുകയും അദ്ദേഹത്തെ തങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ ശക്തമായി പിന്തുണ കൊടുത്ത മലപ്പുറം സാഹിബ്, കൊണ്ടോട്ടി അബു എന്നൊക്കെ പറയുന്ന മുസ്ലിം ലീഗിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ വളരെ ശക്തമായി പിന്തുണ കൊടുത്തു എന്നുള്ളത് അതിനേക്കാൾ വേദനിപ്പിക്കുന്നു. ശ്രീ KM ഷാജി പറഞ്ഞത് മുസ്ലിം ലീഗിൻ്റെ ഓഫീസിൽ നിന്ന് പടിയിറങ്ങിയാൽ ദീനിൽ നിന്ന് അകന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ഖുറാനിലെ സൂറത്തുൽ ഇസ്രായിലെ 32-ാം വചനത്തിൽ പറയുന്ന വലാ തഖ്റബു സിന ഇന്നഹു കാന ഫാഹിഷത്തൻ ബസാ സബീല എന്ന് പറയുന്ന, അതായത് നിങ്ങൾ വ്യഭിചാരത്തിൻ്റെ അടുത്തേക്ക് പോലും പോയാൽ അത് ഏറ്റവും വലിയ കടുത്ത പാപമാണ് എന്ന് പറയുന്ന, പാടില്ല എന്ന് പറയുന്ന ഖുറാനിൻ്റെ വചനം പിന്തുടരുന്ന ഇസ്ലാം മതത്തിൻ്റെ പേരിൽ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ ഇത്തരത്തിൽ പരസ്യമായി ഇവിടെ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളിലൂടെയും ആ പെൺകുട്ടിയും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിലുള്ള ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വരികയും അത് ഇന്നേ വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷേധിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ഇത്തരത്തിൽ പരസ്യമായി പിന്തുണച്ചത് ഒരിക്കലും ശരിയായില്ല. നിലപാട് പറയാതിരിക്കാൻ നിർവാഹമില്ല, ഒരിക്കലും ശരിയായില്ല. അത് അത്തരത്തിൽ പ്രത്യേകിച്ച് ഇസ്ലാം മതത്തിൻ്റെ പേരിൽ നിലനിൽക്കുന്ന, പ്രത്യേകിച്ച് ഇതൊക്കെ എല്ലാ മതങ്ങളും നിഷിദ്ധമായിട്ടാണ് കാണുന്നത്. അത് ഞാൻ പ്രത്യേകമായി എടുത്ത് പറയുന്നത്, കോൺഗ്രസിൻ്റെ പല ആളുകളും മാറി നിന്നപ്പോഴും മുസ്ലിം ലീഗിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഇദ്ദേഹത്തെ ശക്തമായി പിന്തുണച്ചതുകൊണ്ടാണ് ഞാൻ ഈ ആയത്തടക്കം, അതായത് ഖുറാനിക വചനമടക്കം ഉദ്ധരിച്ചുകൊണ്ട് ചെയ്തത് ശരിയായില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. ഏതായാലും ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് പരാതി കിട്ടിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ പോലീസ് നടപടിയും അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ചുകൊണ്ട് ഒരു പറ്റം ആളുകൾ നിൽക്കുന്നു എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്നത്. ഇത്തരത്തിലുള്ള ആളുകളെ, അത് യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അഭിമാനമായിരിക്കും. കാരണം ഞാനൊക്കെ അറിയുന്ന കാലത്ത് പൂനെയിലെ NSUവിൻ്റെ ദേശീയ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് പെൺകുട്ടികൾക്ക് നേരെ നടന്ന അതിക്രമം, വിമാനത്തിലടക്കം നടന്ന അതിക്രമങ്ങളെക്കുറിച്ച് മലയാള മനോരമ പത്രത്തിൽ കുട്ടിക്കാലത്ത് വായിച്ച ഓർമ്മയാണ് എൻ്റെയൊക്കെ മനസ്സിൽ NSU എന്ന പേര് പതിയാൻ കാരണം. അത് കോളേജിൽ നിന്നോ സ്കൂളിൽ നിന്നോ അല്ല പതിയുന്നത്, അതിനേക്കാൾ നേരത്തെ പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പൂനെയിലെ NSU, കാരണം എന്നെ സംബന്ധിച്ച് എൻ്റെ വലിയുപ്പാക്ക് പത്രം കൊച്ചു നാളിൽ വായിച്ചു കൊടുക്കുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. അന്ന് വായിച്ചൊരു ഓർമ്മ മലയാള മനോരമയിൽ പൂനെയിൽ NSU സമ്മേളനത്തിൽ വെച്ച് പെൺകുട്ടികൾക്ക് നേരെ നടന്ന അതിക്രമം, അന്നത്തെ വിമാനത്തിലടക്കം നടന്ന അതിക്രമങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു പക്ഷേ കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് ഒരു അഭിമാനമായിരിക്കാം ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ തന്നെ, ചില ആൾക്കെങ്കിലും, എല്ലാവർക്കും അല്ല, ചില ആളുകൾക്ക്. ഏതായാലും ഇതൊക്കെ തിരിച്ചറിയാൻ കേരളത്തിലെ പൊതുസമൂഹത്തിന് കഴിയുന്നുണ്ട്. അതിനനുസരിച്ചുള്ള നിലപാട് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തരും. ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറാവുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.